ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. എൻ്റെ വീട്ടിൽ ബ്രദറിൻ്റെ കല്യാണമായി, അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. വലിയതായിട്ടൊരു ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയൊരു കല്യാണമാണ്. അപ്പോൾ എനിക്കും മോനും ഡ്രസ്സ് എടുക്കണം. മക്കൾക്ക് രണ്ടാൾക്കും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ ഫാൻസിയിൽ കുറച്ച് ഐറ്റംസ് വാങ്ങാനൊക്കെ ഉണ്ട്. അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനും ഹസ്ബൻഡും മോനും പിന്നെ എൻ്റെ മൂത്ത ബ്രദറും എൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പടിഞ്ഞാറത്തറ പോകുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇന്ന് മറ്റേ വോട്ടെടുപ്പിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അതിൻ്റെ പ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു ടൈമിനാണ് പോയതും, ഒരു 12:30 അങ്ങനെയായപ്പോൾ എല്ലാവരുടെയും ഏകദേശം അറിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ അങ്ങനെ പടിഞ്ഞാറത്തറ എത്തിയതാ ഓളൊരു നാത്തൂൻ്റെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ തയ്ച്ച് തരില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയും കൊടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് നമ്മൾ അക്ഷയൻ്റെ അപ്പുറത്തുണ്ട്, അപ്പോൾ അവിടെ കൊടുത്തതും കഷ്ടകാലമായി. പോരുന്ന ടൈമിന് വാങ്ങിയപ്പോൾ അത് നന്നായിട്ട് കൊളാക്കിയിട്ടാണ് തന്നത്. അങ്ങനെ അതാ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ ശോഭികയിലാണ് പോയത്. പിന്നെ അതിലൊരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് ഒരു റാണി പിങ്ക് പിന്നെ അല്ല റെഡ് കളർ ഡ്രസ്സ് വേണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം അങ്ങനെ തന്നെ ഒരു കളർ ഇഷ്ടപ്പെട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ മോനും കാക്കൊക്കെ ഡ്രസ്സ് എടുത്ത് ഞങ്ങളിങ്ങി പോന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഫാൻസി കയറി. പിന്നെ അവിടുന്ന് നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. മോനൊരു ബോൾ വാങ്ങി. അങ്ങനെ എല്ലായിടത്തൊന്നും വേണമെന്ന് അറിയില്ല, എന്നാലും ചില സ്ഥലത്തുനിന്ന് അടുത്ത് കളിക്കുന്ന കാണും ഒന്ന് വാങ്ങിക്കും, അത്രയാണ്. പിന്നെ ബ്രദറും വൈഫും കൂടി അവർക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഓരോരു ബോട്ടിക്കിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു കേട്ടോ. വരുന്ന വഴിക്കൊക്കെ പ്രകടനം ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിയെന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും താഴേക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.